ഹലോ ഗൈസ്, അങ്ങനെ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ആയിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇറങ്ങാണ്. ചേട്ടനും കൂടെയുണ്ട്. ചേട്ടൻ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരും. കാരണം ഞങ്ങളുടെ ഷോപ്പിംഗ് അന്ത്യമില്ലാത്ത ഒന്നാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കൂടെ വരുന്നവർക്ക് പ്രാന്തായിക്കൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ചേട്ടനിങ്ങനെ തിരിച്ചു പോരും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്നൊരാളും കൂടെ ഉണ്ട്. ആൾക്ക് ചെന്ന് കയറിയപാടെ വിശപ്പ്. നമ്മൾ അവസാനം ഫുഡ് അടിക്കുന്നിടത്ത് എത്തിപ്പെട്ടു ഗൈസ്. അങ്ങനെ ആളെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ ആൾ അലമ്പാക്കും, ഞങ്ങളുടെ ഷോപ്പിംഗ് തകരും, തിരിച്ചു വരേണ്ടി വരും. ഇത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളത് കൊണ്ട് അവനെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് നമ്മൾ ആദ്യം പോയത് റേഞ്ച് എന്നൊരു ഷോപ്പിലേക്കാണ്. കാര്യം ചേച്ചിയുടെ കണക്കൂട്ടൽ പ്രകാരം എല്ലാവരും ഷോപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഐറ്റംസിന് ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കാശ് ലാഭിക്കാം. മലയാളി ഡാ. അങ്ങനെ നമ്മൾ ചെന്ന പാടെ കണ്ടൊരു തടിക്കഷ്ണമാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ നാട്ടിൽ നമ്മുടെ ഒരു വട്ടമരം വട്ടത്തിൽ കട്ടിച്ച് വെച്ച പോലെ ആയിരിക്കുന്നത്. പക്ഷെ നമ്മളത് ഒരെണ്ണം എടുത്തു. അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് നമുക്കെവിടെ കിട്ടാൻ. അങ്ങനെ നമ്മൾ മുകളിലത്തെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എല്ലാം തീർന്നു. ഒന്നുമില്ല. ചേച്ചിയുടെ കണക്കൂട്ടൽ ഒന്നാമത്തെ തെറ്റി. ബാക്കി ഒരു ഐറ്റംസും ഇല്ല. പിന്നെ കുറച്ച് ട്രീസിലൊക്കെ ഇടുന്ന ബോൾസ് മാത്രം അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ക്യൂട്ട് ഐറ്റംസൊക്കെ ആരൊക്കെയോ കൊണ്ടുപോയി ഗൈസ്. ഇവിടെ നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും ക്രിസ്മസിൻ്റെ പർച്ചേസിങ് ഒക്കെ തീർത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോലെ തലേ ദിവസം പോയി വാങ്ങുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങാൻ വന്ന് ഞങ്ങൾ നല്ല വലിയ ബക്കറ്റ് നിറച്ച് വാങ്ങിയിട്ടുണ്ട്. അതങ്ങനെ ആണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷി പതുക്കെ അലമ്പാക്കി തുടങ്ങി. അപ്പോൾ അവനെ കൊണ്ട് പുറത്തിറങ്ങി പതുക്കെ നടന്നു. നല്ല തണുപ്പാണ്, പക്ഷെ അവനെന്ത് തണുപ്പ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം നടന്നു. പിന്നെ അടുത്ത ഷോപ്പിൽ കയറി. അത് നമ്മുടെ ഫേവറേറ്റ്, നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി £1 ഷോപ്പ്. സോ അവിടെ ചെന്ന് കയറിയപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കണ്ടു. പിന്നെ ഞാൻ ഈ കുഞ്ഞു ട്രീ എടുത്തു. എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാനത് വിചാരിച്ചു അതെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ബോൾസൊക്കെ വാങ്ങിയാൽ മതിയല്ലോ. എങ്ങനെയുണ്ട് കാശ് ലാഭിക്കാൻ? അങ്ങനെ നമ്മൾ അതെടുത്തു. നേരെ പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ ചേച്ചീനെ ആ ഏരിയയിൽ കാണുന്നില്ല. ആൾ ഏതോ ഒരു സൈഡിൽ കിടന്ന് കാണുന്നത് മൊത്തം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ആൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റുണ്ട്. ഞാൻ ആ സത്യം തുറന്ന് പറയണ്ടേ. ആൾ എന്ത് കണ്ടാലും വാങ്ങും. ക്യൂട്ടായിട്ട് എന്ത് കണ്ടാലും വാങ്ങും. ഞാൻ പിന്നെ ഈ രണ്ട് അതിലൊന്ന് ജസ്റ്റ് എന്നിട്ട് അവിടെ തന്നെ വെച്ചെന്ന് തോന്നുന്നുണ്ട്. കാര്യം അതിൽ ക്യൂട്ടായിട്ട് കണ്ടിട്ടാണ് അത് എടുത്തത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ബോൾസൊക്കെ വാങ്ങി. അതിനൊക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റ് ഷോപ്പിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് വിലക്കുറവാണ്. അവിടെ നിന്നും ഒരു ബാസ്ക്കറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ട്രീ മാത്രമേ ഉള്ളൂ എൻ്റെ. ബാക്കി മൊത്തം ചേച്ചി വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് വിട്ടാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കെട്ടിയമാർക്ക് നെഞ്ച് തീയാണ്. ഞങ്ങൾ എന്തും കൊണ്ടാണ് തിരിച്ചു തരാമെന്ന്. പിന്നെ നമ്മളൊരു ക്ലിയറൻസ് സെയിൽ കയറി. ക്ലിയറൻസ് ഒന്ന് പേര് മാത്രം എഴുതി വെച്ച് നമ്മൾ ചതിച്ചു ഗൈസ്. അവിടെ ഒന്നിനും പൈസ കുറവില്ല, എല്ലാത്തിനും നല്ല വിലയാണ്. പിന്നെ നമുക്കത് കയറിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റെസ്റ്റ് മസ്റ്റാണ്. സോ ഞങ്ങൾ റെസ്റ്റിലാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഹാളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാം, ഞാൻ ക്ലീൻ ചെയ്തേക്കാം, എന്നിട്ട് നിങ്ങൾ പതുക്കെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺബോക്സിങ് വീഡിയോ ആണിത്. ഇങ്ങനെയെല്ലാം പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെറുക്കി വെച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്കായി. കുറേ കാശ് പിടിച്ച് വാങ്ങി, പക്ഷെ ആകെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. എന്ത് വിലയാണല്ലോ സാധനങ്ങൾക്കൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നോരോന്നെടുത്ത് ചെയ്യാൻ തുടങ്ങി. ചേച്ചിയുടെ ഐഡിയാസ് പ്രകാരം നമുക്ക് അതവിടെ വെക്കാം, ഇതിവിടെ വെക്കാം, അങ്ങനെ ഭയങ്കര ഡിസ്കഷൻസൊക്കെയാണ്. പിന്നെ ഞങ്ങൾ നാട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുകയാണ്. നാട്ടിലത്തെ ക്രിസ്മസ് എന്ത് രസമല്ലേ. ഈ ക്രിസ്മസും ന്യൂ ഇയർ പെരുന്നാൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നാട് മിസ് ചെയ്യും. ഓ മൈ ഗോഡ്, നാട്ടിൽ പോയാൽ മതി. പക്ഷെ കാശില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സൊക്കെ അവിടെ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂടെ കൂട്ടി. കാര്യം ആളെല്ലാം പോയാൽ ആളെല്ലാം വലിച്ചു നിർത്തും. അങ്ങനെ ഞാൻ പതുക്കെ ട്രീ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭയങ്കര പണിയെടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ ഇപ്പോൾ കെടുത്തട്ടെ. ഞാനാണ് മൊത്തം ചെയ്യുന്നത്, ചേച്ചി അവിടെ നിന്ന് വെറുതെ കെട്ടിത്തരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിതൊക്കെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് പുറത്ത് ലൈറ്റ്സൊക്കെ ഇടുന്നുണ്ട്. ബാക്കിയുള്ള ടീംസൊക്കെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അവരൊക്കെ രാത്രി വരും. അവസാനം നമ്മുടെ ട്രീ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.